വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു എം എസ് സൊല്യൂഷൻസ്. മക്കളെ, നിങ്ങളുടെ ട്രയൽ അലോട്ട്മെന്റ് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാം, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഇത് ജസ്റ്റ് ഒരു സാധ്യതാ ലിസ്റ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് കിട്ടിയില്ല എന്തുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇനി കിട്ടി എന്നതുകൊണ്ടും നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതിന്റെ ഒരു ജസ്റ്റ് ഒരു മോഡൽ മാത്രമായിട്ട് ഇതിനെ കാണാം. നിങ്ങളുടെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരമാണ്. ഇനി ഓപ്ഷൻസ് റീഅറേഞ്ച് ചെയ്യണമെങ്കിലോ ആഡ് ചെയ്യണമെങ്കിലോ ഒക്കെ ഉള്ള ലാസ്റ്റ് ചാൻസ് എന്ന് പറയാം. അപ്പൊ ട്രയൽ അലോട്ട്മെന്റ് എല്ലാവരും നിർബന്ധമായിട്ടും ചെക്ക് ചെയ്യണം. ജൂൺ 10 വൈകിട്ട് 5 മണി വരെയാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് തെറ്റുകൾ തിരുത്താനും ഓപ്ഷൻസ് ആഡ് ചെയ്യാനുള്ള അവസരം. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾക്ക് പ്രവേശനം സാധ്യമല്ല. അതായത് ട്രയൽ അലോട്ട്മെന്റ് കിട്ടി എന്ന് കരുതിയിട്ട് അപ്പൊ അത് വെച്ചിട്ട് പോയിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ല. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറെ പേരുടെ ഡൗട്ടാണ്, ട്രയൽ അലോട്ട്മെന്റ് നിങ്ങൾ വിചാരിച്ച സ്കൂളിൽ കിട്ടി, അത് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കണം. ഇനി നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താനുള്ള അവസരമാണ്. എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം പറഞ്ഞുതരാം. നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ജാതി സംവരണ വിവരങ്ങൾ അതൊക്കെ കൊടുത്തിരിക്കുന്നത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ബോണസ് പോയിന്റ് ലഭിക്കുന്ന വിവരങ്ങൾ. ഓക്കെ, അതായത് പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ഥിര മേൽവിലാസം അടിസ്ഥാനമാക്കിയിട്ടുള്ള പഞ്ചായത്ത് താലൂക്ക് വിവരങ്ങൾ ഇതൊക്കെ കറക്റ്റ് ആയിട്ടാണ് എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം. പിന്നെ ടൈ ബ്രേക്കിന് പരിഗണിക്കുന്ന പാഠ്യേതര പ്രവർത്തനങ്ങൾ, അതായത് കലാകായിക മേളകൾ, ക്ലബ്ബുകൾ, നിങ്ങൾക്ക് സ്പോർട്സ്, ആർട്സ്, അതുപോലെ NCC, SPC അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകൾ, ക്ലബ്ബ് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഒറിജിനൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് കൊടുക്കാൻ പാടുള്ളൂ. കാരണം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കണം. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടി, നിങ്ങളുടെ കയ്യിൽ ഈ ഒരു നിങ്ങൾ ഇതിനൊക്കെ പോയിന്റ് ഒക്കെ നിങ്ങൾ അവിടെ എൻ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ ആ ഒറ്റ കാരണം കൊണ്ട് നിങ്ങളുടെ അഡ്മിഷൻ അവിടെ ക്യാൻസൽ ആവുന്നതാണ്. സോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഫുൾ A+ കിട്ടിയിട്ടുള്ള കുട്ടികൾക്ക് പോലും ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതെല്ലാം എൻ്റർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഒരു പ്രശ്നം വരും. അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഉണ്ടോ, നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് മാത്രം എൻ്റർ ചെയ്യാൻ. നിങ്ങൾ ഓൾറെഡി ടിക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണ് നിങ്ങൾ ഈ ഒരു ട്രയൽ അലോട്ട്മെന്റ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത പ്രവേശനം, അടുത്ത് ശ്രദ്ധിക്കേണ്ടത്, ഈ വിവരങ്ങളൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു അഡ്മിഷൻ പ്രോസസ്സിനെ അത് ബാധിക്കും, നിഷേധിക്കപ്പെടാം. ഇനി ഇത് അവസാന അവസരമായിട്ട് തന്നെ നിങ്ങൾ കണക്കാക്കുക. ഇനി മാറ്റാൻ സാധിക്കാത്ത വിവരങ്ങൾ എന്ന് പറയുന്നത്, കാൻഡിഡേറ്റ് ലോഗിൻ സൃഷ്ടിക്കുന്ന സമയത്ത്, കാൻഡിഡേറ്റ് ലോഗിൻ നിങ്ങൾ ചെയ്ത സമയത്ത് നിങ്ങളുടെ പേരൊഴികെ ബാക്കിയുള്ള എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് തിരുത്താൻ വേണ്ടി പറ്റില്ല. ഓക്കെ, പേരിൽ മാത്രം ചേഞ്ചസ് വരുത്താൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗിൻ ID യോ ആപ്ലിക്കേഷൻ നമ്പറൊക്കെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആ ഒരു HS CAPൽ നിങ്ങൾക്ക് സൈറ്റിൽ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ID മറന്നു പോയത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ നിങ്ങളുടെ മറന്നുപോയി ഇല്ല, എഴുതി വെച്ച പേപ്പർ കാണാതെ പോയി എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇത് ലോഗിൻ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം ഓപ്ഷൻസ് ആഡ് ചെയ്യുക, റിസ്ക് എടുക്കരുത്. കൂടുതൽ ഓപ്ഷൻസ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ സ്കൂൾ ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് ഓപ്ഷൻസ് ആഡ് ചെയ്യുക. ക്ലബ്ബ്, നിങ്ങളുടെ NCC, SPC അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ബോണസ് പോയിന്റുകളൊക്കെ കറക്റ്റ് ആണോ, അതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക. ജാതി സംവരണമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണോ, പഞ്ചായത്ത്, താലൂക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, എല്ലാവരും തിരുത്തുക. ഇതെല്ലാം എഡിറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് കൺഫർമേഷൻ കൊടുക്കണം. ഓക്കെ, ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യാൻ ആരും മറന്നു പോകരുത്. എല്ലാവരും ടിക്ക് ചെയ്ത് പോയിട്ട് ലാസ്റ്റ് കൺഫർമേഷൻ കൊടുത്തതിൽ മാത്രമാണ് അത് സേവ് ആവുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ജൂൺ 15 ഫസ്റ്റ് അലോട്ട്മെന്റിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാമായിരിക്കും. ഇനി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് കരുതി വിഷമിക്കേണ്ട. ഇനി നമുക്ക് ഫസ്റ്റ് അലോട്ട്മെന്റും സെക്കൻഡ് അലോട്ട്മെന്റും തേർഡും സപ്ലിമെന്ററി അലോട്ട്മെന്റും എല്ലാം വരാനിരിക്കുന്നുണ്ട്. സോ ടെൻഷൻ അടിക്കേണ്ട മക്കളെ, ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഓൾറെഡി നമ്മുടെ ബാച്ച് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബാച്ചുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസ് അടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിലൂടെ അവൈലബിൾ ആയിരിക്കും. സോ പെട്ടെന്ന് തന്നെ പഠിച്ചു തുടങ്ങിക്കോളാം മക്കളെ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.